നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് തൃക്കരിപ്പൂരിൽ ഒപ്പുമതിൽ പ്രതിഷേധം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളെ ഫണ്ട് നൽകാതെ ഞെരുക്കി സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചുവെന്ന് AGC ബഷീർ. കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഡോക്ടർ ജോസഫ് ബെനവലൻ ഉദ്ഘാടനം ചെയ്തു. CPM ഉദുമ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ വരവിൽ കവിഞ്ഞ പണം സമ്പാദിച്ചതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുവെന്ന വാർത്ത വാസ്തവാവിരുദ്ധമെന്ന് CPM. തെറ്റിദ്ധാരണ പരത്തി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുവാനാണ് ശ്രമമെന്നും CPM. വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കണമെങ്കിൽ സ്പോൺസർമാർ വേണം. സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ കമ്പല്ലൂരിലെ ടാർലി. പാഠം പഠിക്കുവാൻ ചെളിയിലിറങ്ങി പുല്ലൂർ ഇരിയയിലെ കുട്ടികൾ. പരിചയസമ്പന്നരായ അമ്മമാർ നാട്ടിപ്പാട്ടിന്റെ താളത്തിൽ അതിവേഗം ഞാർ നടുന്ന കാഴ്ച കുട്ടികളിൽ കൗതുകമുണർത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് നടപടി വേണമെന്ന് NA നെല്ലിക്കുന്ന് MLA. ധനാഭ്യർത്ഥന ചർച്ചയിലായിരുന്നു ആവശ്യം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളെ ഫണ്ട് നൽകാതെ ഞെരുക്കി സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് തൃക്കരിപ്പൂരിൽ നടത്തിയ ഒപ്പുമതിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AGC ബഷീർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബജറ്റിൽ സൂചിപ്പിച്ച ഫണ്ട് വിഹിതം തടഞ്ഞുവെച്ച് സംസ്ഥാന സർക്കാർ വികസന പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ചാണ് മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് തൃക്കരിപ്പൂർ ഒപ്പുമതിൽ പ്രതിഷേധം നടത്തിയത്. ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം തിരുത്തുക, 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് ഒപ്പുമതിലിൽ ഒപ്പുചാർത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ സ്ഥാപിച്ച ഒപ്പുമതിലിൽ ആദ്യ ഒപ്പുചാർത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കേണ്ട 2928 കോടിയിൽ പരം രൂപ LDF സർക്കാർ തടഞ്ഞുവെച്ചതിലൂടെ പാവപ്പെട്ടവരുടെ പ്രതീക്ഷകളാണ് പിണറായി സർക്കാർ തല്ലിക്കിടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. ജീവനക്കാരുടെ വേതനം നൽകാനുള്ള ഫണ്ട് ഉൾപ്പെടെയുള്ള 3ാം ഗഡു പോലും കൊടുത്തില്ലെന്നും ബഷീർ കൂട്ടിച്ചേർത്തു. ചരിത്രത്തിൽ ആദ്യമായി 96-ന് ശേഷം ഈ 2024 വരെ മാറി വന്ന സർക്കാരുകൾ, ആ സർക്കാരുകൾ ഇന്നേ വരെ പഞ്ചായത്തിലുള്ള ഫണ്ടുകൾ ഒരിക്കലും വെട്ടിച്ചുരുക്കിയിട്ടില്ല. കൊടുക്കാൻ വൈകും, 2ാം ഗഡു 3ാം ഗഡു എല്ലാം കൊടുക്കാൻ വൈകും. ബില്ലിൽ കൊടുത്ത ബില്ലിന് പിന്നീട് കൊടുക്കും. ഇന്നിപ്പോൾ സർക്കാർ ഇന്നലെ ഉത്തരവ് വന്നു സ്പിൽ ഓവർ തുടരാൻ. എന്താ അതിന് കാര്യം? ആദ്യ ഗഡു കിട്ടി. ഈ 2024-25 സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡു ഉപയോഗിച്ചുകൊണ്ടാണ് മാർച്ച് മാസം തീർന്ന പദ്ധതിയുടെ പൈസ കൊടുക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് 16,000 കോടി രൂപയാണ് കരാറുകാർ കൊടുക്കാനുള്ള കുടിശ്ശിക. അതുകൊണ്ട് തന്നെ ഒരു കരാർ പണിയും എടുക്കാൻ വേണ്ടി ആരും പോകുന്നില്ല. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് VK ഭാവ അധ്യക്ഷത വഹിച്ചു. ഷംസുദ്ദീൻ IT, M സൗദ, AK ഹാഷിം, TS നജീബ്, VPP ഷുഹൈബ്, VV അബ്ദുള്ള, TP അഹമ്മദ് ഹാജി, PKM കുട്ടി, OT അഹമ്മദ് ഹാജി, E ശശിധരൻ, M ഷുക്കൂർ, സാജിദ സഫറുള്ള, KM ഫരീദ ബീവി, PV സുനീറ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഡോക്ടർ ജോസഫ് ബെനവലൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ B നാരായണ നായിക് പ്രസിഡന്റായും ഹരിപ്രസാദ് സെക്രട്ടറിയായും മറ്റ് ഭാരവാഹികളും ചുമതലയേറ്റു. കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി ഡോക്ടർ B നാരായണ നായിക് പ്രസിഡന്റായും ഹരിപ്രസാദ് സെക്രട്ടറിയായും മറ്റ് ഭാരവാഹികളും ചുമതലയേറ്റു. IMA സംസ്ഥാന പ്രസിഡന്റും തളിപ്പറമ്പ് ലൂർദ് ഹോസ്പിറ്റൽ ചെയർമാനുമായ ഡോക്ടർ ജോസഫ് ബെനവലൻ ഉദ്ഘാടനം ചെയ്തു. In the first instance, has anyone gone through the address of the Rotary, International Rotary President when she took over and when she announced the theme for the year 24-25, the magic of Rotary? If nobody has, I'll tell you how she coined the theme, the magic of Rotary. It was part of the Rotary project. When she talks about, see, we are not magicians, there's no doubt, none of us are magicians, but how do we weave the magic wand of Rotary in the communities we serve and in the people, with the people that we associate with?
നിർധനർക്ക് പുതിയ വീടുകൾ, വൃദ്ധർക്ക് ആരോഗ്യ പരിരക്ഷ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പരിപാലനം, വനവൽക്കരണം, പുതിയ റോഡ് ട്രാക്ട് ക്ലബ്, മെഡിക്കൽ ക്ലബ്ബുകൾ, ജീവൻ രക്ഷാ പരിശീലന ക്ലാസുകൾ, സൗജന്യമായി ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങി ഈ വർഷത്തെ പുതിയ നിരവധി പദ്ധതികൾ പ്രസിഡന്റ് ബി നാരായണ നായിക് പ്രഖ്യാപിച്ചു. അസിസ്റ്റന്റ് ഗവർണർ വി ഹരീഷ്, സോണൽ കോർഡിനേറ്റർ MK രാധാകൃഷ്ണൻ, ഡിസ്ട്രിക്ട് കോൺഫറൻസ് ചെയർമാൻ MT ദിനേശ്, ഗവർണർ സ്പെഷ്യൽ കോർഡിനേറ്റർ ഡോക്ടർ ജനാർദ്ദന നായിക്, ഡോക്ടർ സുരേഷ് ബാബു, മീഡിയ ചെയർമാൻ R പ്രശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ലബ് ബുള്ളറ്റിൻ പ്രകാശനം നടന്നു. ഡോക്ടർ S ജ്യോതിക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. സെക്രട്ടറി K ഹരിപ്രസാദ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM ഉദുമ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ വരവിൽ കവിഞ്ഞ പണം സമ്പാദിച്ചതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുവെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് CPM പ്രസ്താവനയിൽ അറിയിച്ചു. തെറ്റിദ്ധാരണ പരത്തി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുവാനാണ് ശ്രമമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഉദുമ ഏരിയ കമ്മിറ്റി അംഗം വരവിൽ കവിഞ്ഞ പണം സമ്പാദിച്ചതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുവെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് CPM ഉദുമ ഏരിയ സെക്രട്ടറി മധു മുതേക്കാൽ പ്രസ്താവനയിൽ അറിയിച്ചു. ഇങ്ങനെയൊരു വിഷയമോ അവയെക്കുറിച്ച് അന്വേഷണ സമിതി രൂപവൽക്കരിക്കുകയോ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. തെറ്റിദ്ധാരണ പരത്തി പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമമെന്നും ഇത് പാർട്ടിയെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണെന്നും പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. ഇത്തരത്തിൽ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ. തായ്വാനിൽ നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് കമ്പല്ലൂരിലെ ടർലി. എന്നാൽ സ്പോൺസർമാരുണ്ടെങ്കിൽ മാത്രമേ ടർലിക്ക് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ശ്രീലങ്കയിൽ നടന്ന അന്താരാഷ്ട്ര മീറ്റിൽ മത്സരിച്ച 3 ഇനങ്ങളിലും ഗോൾഡ് മെഡൽ നേടിയാണ് ടർലി വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിലേക്ക് അർഹത നേടിയത്. കമ്പല്ലൂരിലെ കട്ടിലത്തടുകയിൽ ഹൗസിലെ ടേളി കെയെ ഇന്ത്യയുടെ അഭിമാന താരമാകുവാനുള്ള ഒരുക്കത്തിലാണ്. 2004 ലാസ്റ്റ് ഗ്രീഡായി സർവീസിൽ കയറിയ ടേളി ഇപ്പോൾ റിട്ടയർഡായ ആളാണ്. 2023 സ്റ്റേറ്റ് മീറ്റിൽ ഹൈജമ്പിന് ഗോൾഡ് മെഡൽ, ലോങ് ജമ്പിന് സിൽവർ മെഡൽ, 80 മീറ്റർ ഹഡിൽസിന് ഗോൾഡ് മെഡൽ എന്നിവ നേടിയാണ് ടേളി നാഷണൽ ലെവലിൽ മത്സരിക്കാൻ യോഗ്യത നേടിയത്. 2024 ഏപ്രിൽ മാസം ഹൈദരാബാദിൽ വെച്ച് നടന്ന നാഷണൽ മീറ്റിൽ 2 ഗോൾഡ് മെഡൽ, 1 സിൽവർ മെഡൽ നേടിയായിരുന്നു ഇന്റർനാഷണൽ മത്സരത്തിന് യോഗ്യത നേടിയത്. തുടർന്നാണ് 2024 ജൂൺ മാസം ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കുകയും പങ്കെടുത്ത ലോങ് ജംപ്, ഹൈ ജംപ്, 80 മീറ്റർ ഹഡിൽ എന്നീ 3 ഇനങ്ങളിൽ ഗോൾഡ് മെഡൽ നേടുകയും തായ്വാനിൽ വെച്ച് നടക്കുന്ന ലോക മീറ്റിൽ 3 ഇനങ്ങളിലും മത്സരിക്കാൻ യോഗ്യത നേടുകയും ചെയ്തത്. എന്നാൽ സ്പോൺസർമാരുണ്ടെങ്കിൽ മാത്രമേ ടേളിക്ക് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ശ്രീലങ്കയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഞാൻ മത്സരിക്കുകയുണ്ടായി. മത്സരിച്ച 3 ഇനങ്ങളിലും എനിക്ക് ഗോൾഡ് മെഡൽ ലഭിക്കുകയുണ്ടായി. ഇനി തുടർന്ന് ലോക മീറ്റിൽ, തായ്വാനിൽ വെച്ച് നടക്കുന്ന ലോക മീറ്റിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. സാമ്പത്തിക പ്രയാസം മൂലം എനിക്ക് തന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. വല്ല സ്ഥാപനങ്ങളോ സംഘടനകളോ കായിക പ്രേമികളോ എന്നെ സഹായിക്കുവാണെങ്കിൽ എനിക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സർവീസിലിരിക്കുമ്പോൾ 2020 നാഷണൽ മീറ്റിൽ ഹരിയാനയിൽ പോയി നടത്തത്തിനും ഹൈജമ്പിനും ഗോൾഡ് മെഡലും ലോങ് ജംപ് സിൽവർ മെഡലും ടേളി നേടിയിട്ടുണ്ട്. ദുബായിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുകയും ചെയ്തിരുന്നു. എന്നാൽ കൊറോണ കാരണം മത്സരത്തിന് പോകുവാൻ സാധിച്ചിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി PTA പ്രസിഡന്റ് CA അബ്ദുൽ റഹ്മാൻ കാസി ഉദ്ഘാടനം ചെയ്തു. ആലമ്പാടി ജമാഅത്ത് പരിധിയിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും BDS പൂർത്തിയാക്കി ഡോക്ടറേറ്റ് നേടിയ ഖമർനിസ ഇബ്രാഹിമിനെയും UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി അനുമോദിച്ചു. ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി സ്കൂൾ PTA പ്രസിഡന്റ് CA അബ്ദുൽ റഹ്മാൻ കാസി ഉദ്ഘാടനം ചെയ്തു. ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കാതർ തളങ്കര അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് SR, ഹെഡ്മിസ് സിജി മാത്യു, സീനിയർ അസിസ്റ്റന്റ് ശ്രീജ ജോഷി, UAE ആലമ്പാടി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ഖാദർ ബാവ, ജോയിന്റ് സെക്രട്ടറി മുസ്തഫ മൊയ്തീൻ, മെമ്പർമാരായ അബൂബക്കർ മിഹ്റാജ്, അദ്ര മേനത്ത്, ഇബ്രാഹിം ആലമ്പാടി, മഹൂദ് മിനിസ്റ്റർ, PTA അംഗം മാഹിൻ ആലമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. UAE ആലമ്പാടി ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹനീഫ് ചെറിയാലമ്പാടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റൌഫ് കാസി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പാഠം പഠിക്കുവാൻ ചെളിയിലിറങ്ങി പുല്ലൂർ ഇരിയയിലെ കുട്ടികൾ. പരിചയസമ്പന്നരായ അമ്മമാർ നാട്ടിപ്പാട്ടിൻ്റെ താളത്തിൽ അതിവേഗം ഞാർ നടുന്ന കാഴ്ച കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നെൽകൃഷി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും വയലെന്ന ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനുമായി GHS പുല്ലൂർ ഇരിയയിലെ കുട്ടികൾ ബാത്തൂർ വയലിലെത്തി. പരിചയസമ്പന്നരായ അമ്മമാർ നാട്ടിപ്പാട്ടിൻ്റെ താളത്തിൽ അതിവേഗം ഞാർനടുന്ന കാഴ്ച കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി. തുടർന്ന് മഴയുടെ അകമ്പടിയിൽ കുട്ടികൾ വയലിലെ ചെളിയിലേക്ക് ആവേശപൂർവ്വം ഇറങ്ങി. ഞാറിൻകെട്ടിൽ നിന്ന് ഓരോ ഞാറുകളായി പാടത്ത് നടുന്ന രീതി മികച്ച ജൈവകർഷകൻ കൂടിയായ റിട്ടയർഡ് AEO ശ്രീ ജയരാജ് PV കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. വയലുകളുടെ പരിസ്ഥിതി പ്രാധാന്യവും കൃഷിയുടെ വിവിധ ഘട്ടങ്ങളും കുട്ടികൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. നിത്യഭക്ഷണമായ അരി എങ്ങനെയുണ്ടാവുന്നുവെന്ന് നേരനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടികൾക്ക് നവ്യ അനുഭവമായി. PTA പ്രസിഡന്റ് ശ്രീ ശിവരാജ്, മദർ PTA പ്രസിഡന്റ് ശ്രീമതി ഷാന, ഇക്കോ ക്ലബ്ബ് കൺവീനർ T രാജേഷ് കുമാർ, ജയ MV, സീത തുടങ്ങിയവർ ഫീൽഡ് ട്രിപ്പിന് നേതൃത്വം നൽകി. നാടിൻ്റെ ഒരു ഐശ്വര്യമാണ് കൃഷി എന്ന് പറയുന്നത്. പുതിയ തലമുറയിലെ കുട്ടികൾ മണ്ണിനെ അറിയാൻ, കൃഷിയെ അറിയാൻ, നമ്മുടെ നാട്ട് പാരമ്പര്യത്തെ, നമ്മുടെ ജൈവ വൈവിധ്യത്തെ തൊട്ടറിയാൻ വേണ്ടി ഈ പാടശേഖരത്തേക്ക് വന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ഒരുപക്ഷെ നാളെ ഇവരിലൂടെയാണ് നമ്മുടെ ഈ ഒരു പാരമ്പര്യം നിലനിന്ന് പോകേണ്ടത്. മഴയും വയലും അതിലെ ചെളിയും നാട്ടിപ്പണിയും നാട്ടിപ്പാട്ടും ആവോളം ആസ്വദിച്ചും മനസ്സുകളിൽ കൃഷിയുടെ പാഠം എഴുതിയുമാണ് കുട്ടികൾ മടങ്ങിയത്. നമ്മുടെ ഒരു വലിയ പ്രതീക്ഷ ഞാനാണ് സഹായിക്കാൻ കഴിയുന്നത്. നമ്മളെല്ലാവരും സഹായിക്കാൻ കൂടി, പിന്നെ തോട്ടിലെല്ലാം കളിക്കാൻ പോയി, ചളിയിൽ കുറേ നേരം കളിച്ചു. അങ്ങനെ നല്ല സന്തോഷമായ നിമിഷം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് നടപടി വേണമെന്ന് NA നെല്ലിക്കുന്ന് MLA. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം സംബന്ധിച്ച ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MLA. മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണയിലെ നിയമസഭാംഗം ശ്രീ നജീബ് കാന്തപുരം ഇവിടെയുണ്ട്. 2023 മന്ത്രി ശ്രീ K രാധാകൃഷ്ണനെ അദ്ദേഹം സമർപ്പിച്ച ഒരു നിവേദനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കോളനി പദപ്രയോഗം ഒഴിവാക്കി സദ്ഗ്രാമം എന്ന പേര് നൽകിയത്. അത് ശ്രീ നജീബ് കാന്തപുരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് പറയാനുള്ളത്, പേര് മാറ്റിയത് കൊണ്ട് മാത്രമായില്ല, മറ്റ് ജനവിഭാഗങ്ങളോടൊപ്പം ജീവിക്കാനുള്ള ഒരു സ്ഥിതി ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി ആയിരിക്കണം അങ്ങേന് ശ്രമിക്കേണ്ടത് എന്ന് ഞാൻ അങ്ങയെ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സർ, അങ്ങ് ഉണ്ടാക്കേണ്ട ടെമ്പോയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഷെഡ്യൂൾഡ് പട്ടികജാതിയെ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ നമ്മൾ പറയുന്നത് പട്ടികജാതി എന്നാണ്. ഷെഡ്യൂൾഡ് ട്രൈബിനെ നമ്മൾ പറയുന്നത് പട്ടികവർഗം എന്നാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക, അവിടെ കന്നഡ ഭാഷയിൽ AK അഷ്റഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കന്നഡ മാതൃഭാഷയായി സ്വീകരിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. ആ കന്നഡയിൽ ഈ വിഭാഗത്തെ പറയുന്നത് പരിശിഷ്ട ജാതി പരിശിഷ്ട വർഗ എന്നാണ്. പരിശിഷ്ട ജാതി പരിശിഷ്ട വർഗം. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ, ഇന്ത്യയിൽ ഈ വിഭാഗത്തെ പറയുന്നത് അനുസൂചിത് ജാതി അനുസൂചിത് വർഗ എന്നാണ്. അതായത് നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കേണ്ട വളരെയധികം മുന്നിൽ നിൽക്കുന്ന വിഭാഗം എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. നമ്മളിപ്പോൾ APL BPL കാർഡുകളുണ്ട് കേരളത്തിൽ. BPL ബിലോ പവേർട്ടി ലൈൻ. നമ്മുടെ റേഷൻ കാർഡിൽ എന്താണ് എഴുതുന്നത്? മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട BPL-ന്. APL പൊതുവിഭാഗം. അപ്പൊ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരുകളിൽ ഒരു അപകർഷബോധത്തിന്റെ ചുവയുണ്ട്. അത് മാറ്റാൻ അങ്ങ് നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, സദ്ഗ്രാമങ്ങളിൽ ചില ലക്ഷ്യങ്ങൾ വേണം. സദ്ഗ്രാമ പേര് മാറ്റി എനിക്ക് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ചില പ്രത്യേകം ആളുകൾക്ക് പ്രത്യേക കോളനി. അപ്പോൾ നമ്മുടെ ഈ സഹോദരന്മാരെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് എങ്കിൽ എല്ലാവരുടെയും കൂടെ ജീവിക്കുവാനുള്ള
ഒരു സാഹചര്യം നമ്മൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അല്ലാതെ അവരെ മാത്രം വേറെ മാറ്റി താമസിപ്പിച്ച് അവരെ ഇങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രവണത ഇനിയെങ്കിലും നമ്മൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. കാസർഗോഡ് ജില്ലയിലെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് പുരസ്കാരം മഞ്ചേശ്വരം SAT സ്കൂളിന്. ജില്ലാതലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂൾ മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായി. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അവാർഡ് ഏറ്റുവാങ്ങി. കാസർഗോഡ് ജില്ലയിലെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് പുരസ്കാരം കരസ്ഥമാക്കി മഞ്ചേശ്വരം SAT സ്കൂൾ. ജില്ലാതലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ സ്കൂൾ മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായി. ചട്ടഞ്ചാൽ CAHSS 1ാം സ്ഥാനവും തച്ചങ്ങാട് GHS 2ാം സ്ഥാനവും നേടി. കേരള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയിൽ സ്കൂളുകൾക്കായി നടപ്പാക്കുന്ന ഹൈടെക് സ്കൂൾ പദ്ധതിയിൽ സംസ്ഥാനത്ത് 120 ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളുണ്ട്. ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ അത്യാധുനിക പരിശീലനം ലഭ്യമാക്കും. സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള പ്രത്യേക പരിശീലനവും ഇതിൽ ഉൾപ്പെടുന്നു. 1ാം സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം 30,000, 25,000, 15,000 രൂപ ലഭിക്കും. തിരുവനന്തപുരം കേരള അസംബ്ലി കോംപ്ലക്സിലെ ശങ്കരൻ തമ്പി ഹാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹെർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ വിഭാഗം സംഘടിപ്പിക്കുന്ന ട്രോമ ആൻഡ് എമർജൻസി കെയർ ട്രെയിനിംഗ് പരിശീലനത്തിൻ്റെ 3ാം എഡിഷൻ കോട്ടിക്കുളം ഇന്ത്യാന ഹോസ്പിറ്റലിൽ നടന്നു. ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അരുൺ മോഹൻ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ വിഭാഗം സംഘടിപ്പിക്കുന്ന ട്രോമ ആൻഡ് എമർജൻസി കെയർ ട്രെയിനിംഗ് പരിശീലനം അഥവാ ടെക്റ്റിന്റെ 3ാം എഡിഷൻ കോട്ടിക്കുളം ഇന്ത്യാന ഹോസ്പിറ്റലിൽ നടന്നു. ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അരുൺ മോഹൻ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സൽഫി PK, റെസിഡന്റ് ഡോക്ടർ കേദാർനാഥ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ പ്രഥമ ജീവൻ രക്ഷാ മാർഗങ്ങൾ പരിശീലിപ്പിക്കുക എന്നതാണ് ഇന്ത്യാന ടെക്റ്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. മുതിർന്നവരിലും കുഞ്ഞുങ്ങളിലും CPR നൽകേണ്ട രീതി, തൊണ്ടയിൽ വസ്തുക്കൾ കുടുങ്ങി ശ്വാസതടസ്സം നേരിടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പക്ഷാഘാതം, അപസ്മാരം, തീപ്പൊള്ളൽ, വൈദ്യുതാഘാതം, വെള്ളത്തിൽ മുങ്ങൽ, പാമ്പുകടി, വിഷബാധ തുടങ്ങിയ സന്ദർഭങ്ങളിലെ ജീവൻ രക്ഷാ മാർഗങ്ങൾ, അപകട സ്ഥലത്ത് നിന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറ്റുപോയ ശരീരഭാഗങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി തുടങ്ങിയവ ഈ സൗജന്യ പരിശീലന പരിപാടിയിൽ തത്സമയം പരിശീലിപ്പിച്ചു. ആംബുലൻസ് ഡ്രൈവർമാർ, ട്രൂമെഡ് പോളിക്ലിനിക്, HNC ക്ലിനിക് എന്നിവിടങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവരും പരിശീലനം നേടി. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഇന്ത്യാന ഹോസ്പിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന ടെക്റ്റ് സർട്ടിഫിക്കറ്റും മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ബുക്ക്ലെറ്റും കൈമാറി. ടെക്റ്റിന്റെ 4ാം എഡിഷൻ ഓഗസ്റ്റിൽ ബദിയടുക്കയിൽ വെച്ച് നടത്തപ്പെടും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CITU ദേശവ്യാപകമായി അവകാശ ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും തുടർന്ന് നടത്തിയ ധർണാ സമരത്തിലും നിരവധി പേർ പങ്കെടുത്തു. CITU ദേശവ്യാപകമായി ആഹ്വാനം ചെയ്ത അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ലേബർ കോഡുകൾ പിൻവലിക്കുക, സ്വകാര്യവൽക്കരണ നടപടികൾ നിർത്തിവെക്കുക, ആസ്തി വിൽപ്പന നിർത്തലാക്കുക, മിനിമം വേതനം 25,000 രൂപയാക്കുക, കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക, അഗ്നിവീർ ആയുധവീർ തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക, 10 വർഷം സർവീസ് ഉള്ളവരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു അവകാശ ദിനം. കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ 100 ആളുകൾ അണിനിരന്നു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 10 അവകാശ ദിനമായി ആചരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. ജൂലൈ 10ന്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ വർഷവും ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന അംഗനവാടി ജീവനക്കാർ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരങ്ങളെ തുടർച്ച എന്ന നിലയിൽ ദേശീയ അടിസ്ഥാനത്തിൽ അവകാശ ദിനമായി ആചരിച്ചുകൊണ്ട് ഞങ്ങളെ ജീവനക്കാരെ അംഗീകരിക്കണം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ഞങ്ങൾക്ക് മാന്യമായ കൂലി സേവന വേതന വ്യവസ്ഥ വേണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാ വർഷവും ജൂലൈ 10 അവകാശ ദിനമായി ആചരിക്കുന്നുണ്ട്. ഈ വർഷത്തെ അവകാശ ദിനം CITU ആഹ്വാനം ചെയ്ത ദേശീയ അവകാശ ദിനം സംയുക്തമായി ആചരിക്കാനാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്.
ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്നാം മോഡി ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ഒരു മാസത്തിനടുത്തതേ ഉള്ളൂ. ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ അധ്യക്ഷനായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ A മാധവൻ, VV പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ഹൊസ്തൂർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ ചുറ്റുമതിൽ ഗോപുരം നടപ്പന്തൽ നിർമ്മാണത്തിന് തുടക്കമായി. കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമ മഠാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി മുഹൂർത്തക്കല്ല് സ്ഥാപിച്ച് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ ചുറ്റുമതിൽ ഗോപുരം നടപ്പന്തൽ നിർമ്മാണത്തിന് തുടക്കമായി. കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമഠാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി മുഹൂർത്തക്കല്ല് സ്ഥാപിച്ച് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനവികവും ധാർമ്മികവുമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. ക്ഷേത്രം മേൽശാന്തി P സുബ്രഹ്മണ്യൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ B മുകുന്ദപ്രഭു, എക്സിക്യൂട്ടീവ് ഓഫീസർ M മഹേഷ്, ക്ഷേത്ര നവീകരണ കമ്മിറ്റി, മാരിയമ്മ സേവാസമിതി ഭാരവാഹികളായ ഡോക്ടർ വിവേക് സുധാകരൻ, ആർക്കിടെക്ട് K ദാമോദരൻ, TP ഗംഗാധരൻ, M ശ്രീകണ്ഠൻ നായർ, K സുനിൽകുമാർ, HR ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. IMA കാഞ്ഞങ്ങാട് മാരിയമ്മ സംഗീത സഭ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കർണാടിക് മ്യൂസിക് ഗസൽ ക്ലാസിക്കൽ ജുഗൽ സംഗീത ആസ്വാദകർക്ക് പുത്തൻ അനുഭവമായി. മാവുങ്കാൽ IMA ഹാളിൽ നടന്ന പരിപാടി ചലച്ചിത്ര താരവും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് C ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. IMA കാഞ്ഞങ്ങാട് മാരിയമ്മ സംഗീത സഭ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ മാവുങ്കാൽ IMA ഹാളിൽ കർണാട്ടിക് മ്യൂസിക് ഗസൽ ക്ലാസിക്കൽ ജുഗൽബന്ദി സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരവും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് C ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും സംഗീതം കേൾക്കാനും ആസ്വദിക്കാനും മനസ്സിലേക്ക് എന്തെങ്കിലും പറയുന്നത് തന്നെ ഒരു ഔചിത്യമില്ലായ്മ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. ഈ സംഗീതവും ചികിത്സയും വലിയ ബന്ധമുള്ള രണ്ട് സംഗതികളാണ്. നമ്മുടെ ഒരു വലിയ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടാകുന്ന ഒരു പാട്ട് കേട്ടാൽ നമ്മൾ ഭയങ്കരമായി നമ്മൾ സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്ത സംഗതിയുണ്ട്. അതുപോലെ ഒരുപാട് ചികിത്സാരംഗത്ത് സംഗീതത്തിൻ്റെ സ്വാധീനം വളരെ വലുതായിട്ട് പുതിയ ഒരുപാട് തിയറികളുണ്ട്. നമ്മളിപ്പം സാധാരണ ഈ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ നല്ല പ്രഗത്ഭരായ പാട്ടുകാരുണ്ട്. ഇപ്പം ഡോക്ടറുടെ പാട്ട് ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ശ്രീനിധി K ഭട്ട്, രസാഖ് കരിവള്ളൂർ, ബൽരാജ് ബദിയെടുക്ക, കണ്ണൻ കാഞ്ഞങ്ങാട്, ജനാർദ്ദനൻ കണ്ടോത്ത്, ഡോക്ടർ ശശിധര റാവു എന്നിവർ സംഗീത നിശയുടെ ഭാഗമായി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. പൊതുജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ IMA കാഞ്ഞങ്ങാട് ഘടകം പ്രസിഡന്റ് ഡോക്ടർ V സുരേഷൻ, സെക്രട്ടറി ഡോക്ടർ ജോൺ K, കൾച്ചറൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ V അഭിലാഷ്, കൺവീനർ ഡോക്ടർ ശ്വേത ഭട്ട്, ഡോക്ടർ രൂപ സരസ്വതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൊഴിലാളികളുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ്. INTUC ഹൊസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ക്ഷേമനിധിയിൽ നിന്നും സർക്കാർ പിടിച്ചെടുത്ത തുക തിരികെ നൽകി തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് INTUC സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ആദ്യഘട്ടമായി മുഖ്യമന്ത്രിക്ക് കത്തയക്കൽ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് INTUC സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ T ശരത് ചന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന, ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ സജീവമായി നിൽക്കുന്ന ഒരു മേഖലയാണ് കാസർഗോഡ് ജില്ല. പലപ്പോഴും ജില്ലാ പ്രസിഡന്റ് രാഘവൻ അടക്കമുള്ള ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ വികാരത്തോടു കൂടിയാണ് ഈ ജില്ലയിലെ നിർമ്മാണ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് വെച്ച് നടത്താൻ ഈ അവസരത്തിൽ തീരുമാനിച്ചത്. ഇന്ന് ഇതേ സമയം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള പോസ്റ്റ് ബോക്സിന്റെ മുമ്പിൽ
തിരുവനന്തപുരം ജില്ലയിലെ നിർമ്മാണ തൊഴിലാളികൾ ഇതുപോലെ മുഖ്യമന്ത്രിക്ക് കത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. 14 ജില്ലയിലും തൊഴിലാളികൾ ഇന്ന് കത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. ഈ ആവശ്യങ്ങൾ 15 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കം, വിവാഹധന സഹായമടക്കം, വിദ്യാഭ്യാസ സഹായമടക്കമുള്ള ആനുകൂല്യങ്ങൾ അടിയന്തരമായി നൽകാൻ തയ്യാറാണ്. ഒപ്പം ക്ഷേമനിധി ബോർഡിന്റെ പൈസ, തനത് ഫണ്ട്, നമ്മുടെ ഫണ്ട് സർക്കാർ എടുത്തുകൊണ്ടുപോയി ശമ്പളം കൊടുക്കാനും വഴിമാറ്റി ചെലവഴിക്കാനും ഉപയോഗിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് കത്തുകളാണ് മുഖ്യമന്ത്രിക്ക് അയച്ചത്. KSKNTC ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ്, KPCC സെക്രട്ടറി M അസ്നാർ, DCC സെക്രട്ടറി PV സുരേഷ്, KP ബാലകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ P ബാലകൃഷ്ണൻ, ET രവി എന്നിവർ സംസാരിച്ചു. നഗരത്തിൽ നടത്തിയ പ്രകടനത്തിന് T അബ്ദുള്ള, വനജ കള്ളാർ, K ബാബു, KJ അഗസ്ത്യൻ, TV രാജീവൻ, VV രാജൻ, ചന്ദ്രൻ ഞാണിക്കടവ്, ബാലകൃഷ്ണൻ, രമേശൻ കല്ലിങ്കാൽ, ഭരതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് തൃക്കരിപ്പൂരിൽ ഒപ്പുമതിൽ പ്രതിഷേധം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളെ ഫണ്ട് നൽകാതെ ഞെരുക്കി സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചുവെന്ന് AGC ബഷീർ. കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഡോക്ടർ ജോസഫ് ബെനവലൻ ഉദ്ഘാടനം ചെയ്തു. CPM ഉദുമ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ വരവിൽ കവിഞ്ഞ പണം സമ്പാദിച്ചതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുവെന്ന വാർത്ത വാസ്തവാവിരുദ്ധമെന്ന് CPM. തെറ്റിദ്ധാരണ പരത്തി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുവാനാണ് ശ്രമമെന്നും CPM. വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കണമെങ്കിൽ സ്പോൺസർമാർ വേണം. സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ കമ്പല്ലൂരിലെ ടാർലി. പാഠം പഠിക്കുവാൻ ചെളിയിലിറങ്ങി പുല്ലൂർ ഇരിയയിലെ കുട്ടികൾ. പരിചയസമ്പന്നരായ അമ്മമാർ നാട്ടിപ്പാട്ടിന്റെ താളത്തിൽ അതിവേഗം ഞാർ നടുന്ന കാഴ്ച കുട്ടികളിൽ കൗതുകമുണർത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് നടപടി വേണമെന്ന് NA നെല്ലിക്കുന്ന് MLA. ധനാഭ്യർത്ഥന ചർച്ചയിലായിരുന്നു ആവശ്യം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.